പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തെച്ചിൻ്റെ തൈകൾ പിടിച്ചതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മൾ തെച്ചിൻ്റെ കമ്പ് നടണതൊക്കെ കാണിച്ചിരുന്നു. അത് പൂവ് വരുന്ന ആ സമയത്ത് തന്നെ അത് ഇലയൊന്നും ഒരു ഇലയും കൊഴിഞ്ഞ് ചാടാതെ ആ പൂവും ഇലയായിട്ടാണിത് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ആകെ പിടിക്കാതിരുന്നത് 1-2 തൈകളാണ് അത് പിടിക്കാതിരുന്നത്. എന്താ കാരണം എന്നറിയില്ല. നമ്മൾ സാഫ് പൗഡർ കുമിൾനാസിനി അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത്. പക്ഷെ അത് ഉണ്ടായില്ല. 2 കൊമ്പല്ലാത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെള്ള കളറാണ്. ഇത് നമ്മൾ പൂജക്കൊക്കെ എടുക്കുന്ന അതല്ല, പൂജക്കല്ല, അത് കാവി കളറാണ്. ഒരു കാവി കളർ. ഇത് മഞ്ഞ, ഇത് രണ്ടും മഞ്ഞയാണ്. ഇത് വെള്ള കളറാണ്. ഇത് രണ്ടും പിങ്ക് കളറാണ്. പിന്നെ ഇത് പൂജക്കൊക്കെ എടുക്കുന്ന തെച്ചിണ്ടല്ലോ, അതാണ്. ഇത് റോസ് കളറ്, ഇത് മഞ്ഞ, ഇതും റോസ്. പിന്നെ ഇതിവിടെ പിങ്ക് കളറാണ് കേട്ടോ. ഇത് പിങ്ക് കളറ്. ഇത് ശരിക്ക് പിടിച്ച് വരുന്നില്ല. ഇത് ഇവിടെ ഉള്ളത് ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതൊക്കെ പിങ്കാണ്. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ വലിയ കമ്പ് നട്ടാൽ നമുക്കിത് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ കണ്ടോ, ഇതൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ വലിയ കമ്പായിട്ടാണ്. ചെറിയ ഇങ്ങനത്തെ ഇതുപോലുള്ള ചെറിയ തണ്ടുകൾ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും എല്ലാം ഒരൊറ്റ തണ്ടില്ലാതെ പിടിച്ച് കിട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇലയും പൂവൊക്കെ നന്നായിട്ടുണ്ട് വരും. നമ്മൾ ചട്ടി നിറഞ്ഞിങ്ങനെ പൂവായിട്ട് ഒക്കെ പോലെ ഇങ്ങനെ നിൽക്കണമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ തെച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തെച്ചി എല്ലാവരും ഒന്ന് ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ പൂവിട്ട് നല്ലൊരു ചട്ടിയിൽ ഭംഗിയാക്കിയിട്ട് വേണമെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ വീടിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ ഇത് വെക്കാം. പിന്നെ ഒന്ന് വെയിലെല്ലാം ഒളിച്ച് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് ഇങ്ങനെ 15 ദിവസം പുറത്തും 15 ദിവസം അകത്തുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എല്ലാ കളറും വേണം കേട്ടോ. എന്നാലത് ഒരു ചെറിയ ചട്ടിയിൽ നമ്മൾ ഇൻഡോർ ഇതുണ്ടാവില്ല, പോട്ട് കിട്ടുമല്ലോ, അതിൽ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ചെറിയ കമ്പുകൾ നട്ടിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ആദ്യം നല്ല പൂട്ടിന്ന്, ഇപ്പോൾ ആകെ പൂവൊക്കെ കഴിഞ്ഞ് വീണ്ടും ചെറിയ പൂക്കൾ വരും. അതൊക്കെ നമ്മളിങ്ങനെ നുള്ളി കളഞ്ഞ് കൊടുക്കണം. ഇത് ഇപ്പോഴാണ് പുതിയ പൂവ് വരാം. ഇത് കണ്ടോ, അതൊക്കെ പുതിയ പൂവ് ഇങ്ങനെ വരുന്നതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്താട്ടോ. ഇതുണ്ടോ, അതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഇതാണ്. കട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് പുതിയ പൂക്കൾ പിന്നെയും വീണ്ടും വരും. ഇതിന് സീസണുള്ള കേട്ടോ, എല്ലാ കാലത്തും പൂവുണ്ടാവും. പിന്നെ ഇതിലൊന്ന് ഒരു പുല്ല് നടണം. ഇതിങ്ങനത്തെ ഈ പുല്ലാണ് നടാൻ കരുതിയിട്ടുള്ളത്. അതിന് വളന്തൊക്കെ ചെയ്ത് മണ്ണ് നിറച്ചിട്ടിട്ടുണ്ട്. മഞ്ഞത്തെച്ചിയാണ്. ഇത് അതിൻ്റെ മുന്നേ കാണിച്ചതാണ്. ഇത് പൂവിങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട്. കഴിയുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ചെറിയ മുട്ടുകൾ ഇങ്ങനെ വരും. മുട്ടും പൂവായിട്ട് ഇങ്ങനെ നമ്മളിതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് നിറയെ പൂവ് എപ്പോഴും ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുക. ഇതാണ്ടോ, ഇതിന് കായ ഉണ്ടാണ്. ഇത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ വേറൊരു കളർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ കായുണ്ട്. പിന്നെ താഴെ ഇങ്ങനെ വീണ് മുളച്ചതുണ്ട്. ഇതിൻ്റെ താഴൊക്കെ നല്ല പൂക്കളുണ്ട്. ഇതൊരു പൂവുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ്. നമ്മൾ പൂവിട്ടിട്ടില്ല കേട്ടോ. നമ്മളവിടെ പൂവുണ്ടാവലില്ല. തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ പൂവുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ തെച്ചിത് ഇവിടെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇത് നിലത്ത് നട്ടത് ചട്ടിയിലായിരുന്നു. ചട്ടിയിൽ അത്ര നന്നാവണില്ല. അപ്പോൾ നമ്മൾ നിലത്തേക്ക് പറിച്ച് നട്ടതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇത് നിലത്തേക്ക് പറിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചട്ടിയിലായിരുന്നു. ഇത് റെഡ് കളറാണ്. ഒന്നും ചട്ടിയിൽ അത്ര ഉഷാറായിട്ടുണ്ടാവണില്ല. ഇവിടെയൊക്കെ നമ്മൾ ചെടി
നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. നമ്മൾ വളമൊക്കെ വെച്ചെടുത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ തെച്ചിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല മഞ്ഞുള്ള കളറാണ്. ഇതിന്മേൽ പൂ ഇട്ടിട്ടില്ല, അപ്പോൾ പൂ വരാനാവണുള്ളൂ. ഇതൊരു തെച്ചുണ്ട്, ഇതിന് വെള്ള ഇലയാണ്. ഇത് എന്താണ് ഇതിൻ്റെ പൂവിൻ്റെ കളറെന്ന് അറിയില്ല. അവിടെയും വേറെ തെച്ചുണ്ട്, ഇതിലും പൂ വന്നിട്ടില്ല. പിന്നെ ഇതിനിങ്ങനെ ഉള്ളിൽ പൂ വരുന്നുണ്ട്, ഒരു കാവി കളറാണ് കേട്ടോ. മൊത്തത്തിൽ ഒന്നായിട്ട് ഇനി പൂ വരും. ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ഇതൊക്കെ ഇനി ഒന്നായിട്ട് വരും. ഇത് മഞ്ഞയാണ് കേട്ടോ. അത് ഇതൊക്കെ മുട്ട് വന്നിട്ടുണ്ട്. നല്ല ഷാറായിട്ട് ഇതൊരു മഞ്ഞ ഇലയാണ് ഇതിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും നമസ്കാരം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്നതോടുകൂടി വലിയൊരു ഇതൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ആ ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ട് കൊടുക്കുക, ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് തൊട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ആർക്കും ഒരു നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.